ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. കുക്കിംഗ് വീഡിയോ മുട്ട വെച്ചിട്ടുള്ള പരിപാടിയാണ് മുട്ട. അപ്പം നമ്മൾ മുട്ട വെച്ചിട്ട് ഇന്ന് എന്തിനാണ് ഉണ്ടാക്കുന്നത്? അതെ, മുട്ട ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. അത് ഒരുപാട് കുക്കിംഗ് വീഡിയോയിലൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്ന് വേറെ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് മുട്ട ഇഡലി ഉണ്ടാക്കാന്ന് വെച്ച്. മുട്ട ഓംലെറ്റ് ഇഡലി ഉണ്ട്, മുട്ട ഇഡലി ഉണ്ട്. നമ്മളിപ്പോ തൽക്കാലം മുട്ട ഇഡലിയിലാണ് ഒതുക്കാനായിട്ട് പോകുന്നത്. ബാക്കി ഉള്ള സാധനങ്ങളൊക്കെ പിന്നെ വരും, ഓരോന്നോരോന്നായിട്ട് വരും. അപ്പൊ നമ്മള് അടുത്ത പരിപാടിയിലോട്ട് കിടക്കട്ടെ. ആദ്യം എന്തിനാണ് ഇതില് ഓക്കെ, ഇഡലി പാത്രത്തില് വെള്ളം ചൂടാക്കാം. ഓക്കെ, അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മുട്ടക്കുട്ടനെ ഇറക്കി കൊടുക്കാം. തൽക്കാലം നമുക്ക് ഒരെണ്ണം വെച്ച് കൊടുക്കാം കേട്ടോ. തൽക്കാലം ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു കുറച്ച് എണ്ണ മൊത്തത്തിലൊന്ന് നമ്മള് ഓരോ മുട്ട അതിൽ ഓരോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടാ, നല്ല ചൂടാണ്. നമ്മളിപ്പോ തൽക്കാലം ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. 5 മുട്ട നമുക്ക് സെറ്റ് ആക്കി എടുക്കാം. ഓക്കെ, ബാക്കി നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാം. അടച്ചു വെക്കുകയാണേ. അപ്പൊ നമ്മളെ മുട്ടക്കുട്ടന്മാരെ പാത്രത്തിനകത്താക്കിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നല്ല രീതിക്ക് ആവി ഉണ്ടെന്ന് പുഴുങ്ങട്ടെ. അതിനുശേഷം നമുക്ക് എടുത്തിട്ട് വേറെ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇപ്പൊ 10 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് മുട്ട എന്തായെന്ന് നോക്കാം, എന്നിട്ട് അടുപ്പിൽ നിന്ന് ഇറക്കാം. ഒരു സ്പൂൺ ഇട്ട് ഒന്ന് ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് മുട്ട അടുപ്പ് നിറക്കാം കേട്ടോ. ആദ്യം ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഓരോ മുട്ടക്കുട്ടന്മാരെ നമുക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. നമ്മളത് ചെയ്യുന്നതേ ഇതില് എണ്ണ ആദ്യം കുറച്ച് എണ്ണ വീഴ്ത്തുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ അടിക്ക് പിടിക്കാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ ഇളവി വരും. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നല്ല സുന്ദരന്മാരായിട്ട് നമുക്ക് ഇറക്കിയെടുക്കാം. ആർക്കും ഒരു പ്രശ്നമില്ല. ഓക്കേ, അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. പണി തീർന്നിട്ടില്ല, പണി ഇനിയാണ് തുടങ്ങാൻ പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ചേർക്കുള്ള മസാല ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട മസാല തയ്യാറാക്കാം. അപ്പം നമുക്ക് ആദ്യം കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല ഇടാം. പിന്നീട് കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി വളരെ കുറച്ച് മതി കേട്ടോ. പിന്നീട് കുറച്ച് ഗരം മസാല,
പിന്നീട് ഉപ്പ് ആവശ്യത്തിന് മതിയേ, കൂടിപ്പോണ്ട. ഓക്കെ, എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ. എന്നിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് തിരുമിച്ചെടുക്കും. മസാല കുറഞ്ഞു പോയാറ്. എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മസാലപ്പൊടികൾ ഈ മുട്ടക്കുട്ടന്മാരെ പുറത്തേക്ക് വിതറി കൊടുക്കണം. അത് അതിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും എല്ലാം നല്ലപോലെ മസാല തേച്ച് ഓക്കേ. കുറച്ച് നേരം മസാല പിടിക്കട്ടെ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു പാൻ എടുക്കുക. പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് തീ കത്തിക്കുക. തീ കത്തിച്ചിട്ട് പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക. മൊത്തത്തിലൊന്ന് സെറ്റാക്കി എടുക്കുക. ഇതുപോലെ ഇനി പാൻ ചൂടാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സുല അകത്തോട്ട് വേണ്ട, സുല നിക്കാതെ അമ്മ ചെയ്യുന്നില്ല. രുദ്ര സുലയം കൊണ്ട് അകത്തോട്ട് അങ്ങനെ വേണം പറയാൻ. ഓക്കെ, പാൻ ചൂടായി വരുന്നുണ്ട്. നമുക്കതിലേക്ക് ഞാൻ ഇതിൽ ഓരോ മുട്ടകളായിട്ട് പതിയെ ഇറക്കി വെച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് തിരിച്ച് കൊടുക്കാം. അപ്പോൾ അതൊന്ന് വേവട്ടെ കേട്ടോ. അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പ് നടക്കാം കേട്ടോ. വേറെ പരിപാടിയൊന്നുമില്ല, ഇത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ മുട്ട ഇഡലി കഴിഞ്ഞിരിക്കുകയാണ്. ഇതാ ഞാൻ അത് ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെറിയ രീതിക്കൊക്കെ ഗാർണിഷൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ,
അടുത്തതെന്ന് പറഞ്ഞത് ടേസ്റ്റ് ചെയ്യാനാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സുലയെ തന്നെ ഏൽപ്പിക്കാം. സുലയും രുദ്രയുടെ റൂമിൻ്റെ അകത്താണ്. ഞാൻ പോയി അവരെ ഒന്ന് വിളിക്കട്ടെ. ഇവിടെ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സുലയാണ്. സുല ടേസ്റ്റ് ചെയ്തിട്ട് പറയൂ, സത്യസന്ധമായിട്ടുള്ള ഒരു നോക്കണം. സത്യസന്ധമായിട്ട് അഭിപ്രായം പറയണം. മുഖത്ത് എക്സ്പ്രഷൻ വെച്ചുകൊണ്ട് കൊള്ളാം. എന്തിനാണ് അതിൻ്റെ ഇറച്ചി വയ്ക്കുന്നത്? എന്തിനാണെന്ന് പറയും, ഉപ്പ് കൂടി നിൽക്കുന്നു. അതാണ് ഉപ്പ് കൂടിപ്പോയി. നല്ല ഉപ്പായിട്ട് തന്നെ ഞാൻ നോക്കട്ടെ. സുഹൃത്തുക്കളെ, ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് കൂടിയെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഉപ്പ് കുറച്ചിടണമെന്ന്. എന്നിട്ട് ഞാൻ തന്നെ ഉപ്പ് കൂട്ടിയിട്ടു. ഇല്ല, അതേ ഈ മസാലയുടെ പുറത്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഉള്ളിലുള്ള ഇതൊക്കെ വരുന്ന സമയത്ത് അതറിയത്തില്ല. ബട്ട് ബാക്കിയില്ലാതെ നോക്കുമ്പം അടിപൊളി. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ലേ സുഹൃത്തുക്കളെ, കുഴപ്പമില്ല. അത്രയും ഗംഭീരമൊന്നുമല്ല, കുഴപ്പമില്ല. ചെറിയ മിസ്റ്റേക്ക് പറ്റി, ഉപ്പിൻ്റെ തന്നെ. അല്ലാതെ സെറ്റല്ലേ? അപ്പം നമ്മൾ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊക്കെ വീട്ടിലിരിക്കും, വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതിനെക്കാട്ടി നന്നായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ പൊളിഞ്ഞു, അതൊന്നും വിഷയമില്ല. നമുക്ക് എങ്ങനെ വെച്ചെടുക്കുക. നമ്മളതൊന്നും വലിയ കുക്കിംഗ് പഠിച്ച ആളുകളൊന്നുമല്ല. ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ ഞാൻ മുമ്പ് ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ വീട്ടിലൊക്കെ ഇരുന്നൊക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ അനിയത്തിക്കൊക്കെ അറിയാം. അപ്പോൾ അതെല്ലാം ഞാൻ പൊടി തട്ടി എടുക്കുകയാണ് വീണ്ടും. ഇപ്പോഴാണ് അതിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത്. രുദ്ര കരയുന്നുണ്ട് കേട്ടോ. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പോട്ടെ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം. ടാറ്റാ.